അത് പ്ലാൻ ചെയ്തു. അവിടെ വൈകി വെച്ചിട്ടുള്ള ഇവിടെ 90 ആ ഒരു കാലഘട്ടത്തിൽ ജനിച്ച ആളാണ് ഞാൻ. എനിക്കങ്ങനെ 40 വയസ്സാകുന്നു. നിങ്ങൾ ഈ പറഞ്ഞ പോകുന്ന എന്റെ വീട്ടിൽ പറഞ്ഞ ഞാൻ ആധാർ കാർഡ് കളി എന്റെ വയസ്സൊക്കെയാണ് ഇവർക്ക് എന്തെങ്കിലാണേ. 40 വയസ്സുണ്ട്. എനിക്ക് 40 വയസ്സിന്റെ പേര് എപ്പോഴും ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡാണ് ചോദിച്ചത്. എന്നെ നിയമപരമായിട്ട് വിവാഹം ചെയ്ത അദ്ദേഹത്തിന്റെ പേരിലാണ് ഞാൻ വേറെ ആരുടെ പേരാണ് ഒപ്പം കൊണ്ട് നടക്കുന്നത്. എനിക്കിപ്പോ അദ്ദേഹമില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മകളും ആ പേരും മാത്രമാണ് എനിക്ക് ഒപ്പം കൊണ്ടു നടക്കാൻ പറ്റത്തുള്ളൂ. ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ രേണു സുധി സോഷ്യൽ മീഡിയയിൽ അത്രത്തോളം അങ്ങ് ആക്റ്റീവ് ആകുന്നില്ല. പുള്ളിക്കാരെ ആക്റ്റീവാണ്, പക്ഷെ ആരും അങ്ങനെ രേണു സുധിയുടെ കണ്ടന്റ് അങ്ങനെ എടുക്കുന്നില്ല. കാരണം എല്ലാവരും ഇപ്പോൾ നമ്മുടെ ജീവമാതാ കാരുണ്യ ട്രസ്റ്റിന്റെ പുറകെയാണ്. അതായത് ഒരു ട്രസ്റ്റില് ഒരു അനാഥാലയം നടത്തുന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടി ഗർഭിണി ആയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചർച്ച. അതുകൊണ്ട് തന്നെ രേണു സുധിക്ക് ഒരു സ്വല്പ ആശ്വാസം എന്ന് പറയാം. എങ്കിലും സൈഡിൽ കൂടെ രേണു സുധിയുടെ കണ്ടന്റുകളും വരുന്നുണ്ട്. എന്തായാലും രേണുവിന് ഇപ്പൊ പുതിയ പുതിയ സിനിമകളൊക്കെ കിട്ടിയിരിക്കുകയാണ്. ലുക്കേ മാറിയിരിക്കുകയാണ്. ആള് വേറെ ലെവലായിരിക്കുകയാണ്. എന്തായാലും കൊള്ളാം, നല്ല നല്ല അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ പുതിയ സിനിമകൾ കിട്ടി, പുതിയ പുതിയ ലൊക്കേഷനിലേക്കൊക്കെ രേണു പാറി പറന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആൾക്കിപ്പോ ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. ലുക്കിലാണേലും എല്ലാം മൊത്തത്തിലൊരു മാറ്റമുണ്ട്. എന്തായാലും പുള്ളിക്കാരിയുടെ ഇന്നും പുള്ളിക്കാരി ഏതോ സിനിമ ലൊക്കേഷനിലൊക്കെ ആയിരുന്നു. നമുക്കറിയാലോ രേണു എവിടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയാലും അവിടെയൊക്കെ കുറെ ലോക്കൽ ചാനലുകാരുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ ഒരു സിനിമ ലൊക്കേഷനിൽ പോയ രേണുവിന്റെ പുറകെ കുറേയധികം ലോക്കൽ ചാനലുകാരുണ്ടായിരുന്നു. ആ ചാനലുകാരുടെ അടുത്തൊക്കെ ഭയങ്കരമായിട്ട് ഘോഷിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ രേണു സുധി. അവര് ചോദിക്കുന്നുണ്ട് കൊല്ലം സുധിയുടെ പേര് എന്നും ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോ രേണു പറയുന്നു ഉണ്ടാകും, കാരണം എന്റെ ഭർത്താവാണല്ലോ, അദ്ദേഹം മരിച്ചുപോയി എന്ന് കരുതിയിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും മാറ്റാൻ പോകുന്നില്ല, ആ പേര് എന്നും ഉണ്ടാകും എന്ന് പറയുന്നു. ഇത് എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണം. പല ആൾക്കാരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. കുറെ അധികം ആൾക്കാർ പറയുന്നുണ്ട് രേണു ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്, ആ ഇൻഷുറൻസ് തുക കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത വിവാഹം കഴിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും അവർക്ക് ഇനി മുന്നോട്ട് ജീവിച്ചേ പറ്റുള്ളൂ. ഭർത്താവ് മരിച്ചു പോയി എന്ന് കരുതിയിട്ട് അവർ ജീവിതകാലം മുഴുവൻ ഇതുപോലെ ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധ്യമല്ല. കാരണം മക്കളൊക്കെ വലുതായി വരുമ്പോഴത്തേക്ക് അവരവരുടെ ജീവിതം നോക്കി പോകും. രേണു ഒപ്പം ഒറ്റയ്ക്കാവും. അതുകൊണ്ട് എന്തുകൊണ്ടും ഒരു കൂട്ട് എന്നുള്ളത് അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ എന്താ പറയാ, അവർക്ക് അവരുടേതായിട്ടുള്ള ഇപ്പൊ ഒരു അവരുടെ പാഷൻ എന്ന് പറയുന്ന അഭിനയാണെന്നാ പറയുന്നത്. ആയിക്കോട്ടെ, അപ്പൊ ഇവരുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞും കണ്ടും മനസ്സിലാക്കുന്ന ഒരാൾ വരുവാണെങ്കിൽ തീർച്ചയായും സ്വീകരിക്കണം. കാരണം മക്കള് ആമക്കളാണ്, അവരവരുടെ ജീവിതവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. ഒരു തുണ എപ്പോഴും വേണം. ഭർത്താവ് മരിച്ചുപോയി എന്ന് കരുതിയിട്ട് അയാളെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അപ്പൊ പിന്നെ ഈ സുധി എന്നുള്ള പേര് എന്തായാലും മാറ്റേണ്ടി വരും. പോട്ടെ, അതൊക്കെ അവരുടെ കാര്യമാണ്. എന്തായാലും ഇപ്പൊ രേണുവിന് പുതിയ പുതിയ അവസരങ്ങൾ എത്തിയിരിക്കുകയാണ്. അതിൽ മെയിൻ ആയിട്ട് നമുക്കറിയാം നമ്മുടെ ബിഗ് ബോസിലേക്ക് രേണു സുധി എത്തുമെന്നുള്ള ന്യൂസ് നമുക്ക് ഏകദേശം കൺഫേം ആണ്. ഈ അടുത്ത മാസം, അതായത് ഓഗസ്റ്റ് ആദ്യത്തോടുകൂടി ബിഗ് ബോസ് തുടങ്ങും. എന്തായാലും ബിഗ് ബോസിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. ഓൾറെഡി നമ്മൾ അതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രേണു ബിഗ് ബോസിലേക്ക് വരുന്ന ആ ഒരു അസുലഭ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും രേണുവിന് പുതിയ പുതിയ അവസരങ്ങൾ കിട്ടി, നല്ല നിലയിൽ എത്തട്ടെ. അതോടൊപ്പം തന്നെ കുറച്ച് ലുക്കിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ രേണുവിന്റെ പുതിയ കുറെ ഫോട്ടോഷൂട്ടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറേയധികം ഫോട്ടോഷൂട്ടും അതിന്റെ ഫോട്ടോസ് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിലൊക്കെ ഭയങ്കര ഹോട്ട് ലുക്കിലൊക്കെ രേണുവിന്റെ ഫോട്ടോഷൂട്ടൊക്കെ കണ്ടു. എന്തായാലും കൊള്ളാം. നമ്മുടെ തുണിയുടെ അളവ് എത്രത്തോളം കുറയുന്നു അത്രത്തോളം കൂടുതൽ അവസരങ്ങളും റീച്ചും കിട്ടുമെന്നാണ് പല ആൾക്കാരും പറയുന്നത്. എനിക്കും തോന്നുന്നു അങ്ങനെ തന്നെയാണ്. കാരണം രേണുവിന്റെ തുണിയുടെ അളവ് കുറച്ചാൽ നല്ല റീച്ച് കിട്ടുകയും നല്ല രീതിയിൽ വൈറലാകുകയും പറ്റുകയും കഴിയും. എന്തായാലും ആ ഒരു രീതിയിൽ തന്നെയാണ് രേണു മുന്നോട്ട് പോകുന്നത്. എന്തായാലും കുഴപ്പമില്ല, അത് അവരുടെ ഇഷ്ടമല്ലേ. എങ്കിൽ പോലും പബ്ലിക് ആയിട്ടുള്ള വീഡിയോസ് ഫോട്ടോസ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള മാന്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാമല്ലോ. അതുപോലെയാണ് ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത്.